ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്മീർ പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പുതിയ കള്ളങ്ങൾ പറയുക മാത്രമല്ല, മോഷണത്തിലും നല്ല വൈരുദ്ധ്യം തെളിയിച്ചവനാണല്ലേ. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് പെൻഷൻ കാശ് കിട്ടിയ തുകയുമായിട്ട് സുധിയൊന്ന് മുങ്ങാൻ ശ്രമിച്ചതാണ്. അതുമാത്രമല്ല, നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്നും 1,00,000 രൂപ എടുക്കാനായിട്ട് സുധി ശ്രമിച്ചിട്ടുണ്ടല്ലേ. ഇതുകൂടാതെ വലിയൊരു ചതിയും കൂടി നമ്മുടെ രേവതിയോടായിട്ട് സുധി ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമ്മുടെ സുധിയുടെ ജോലിയില്ല എന്നുള്ള കള്ളത്തരം പുറത്തറിയുന്നുണ്ട്. അത് തെളിയിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ. അതിനുശേഷം സുധി ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിസിനസ്സിൽ ലാഭമില്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ സുധി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? രേവതിയുടെ സ്വർണ്ണങ്ങളും മറ്റും ചന്ദ്രയുടെ കയ്യിലായിട്ട് ഊരി കൊടുക്കുന്നതായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പ്രമോയിൽ കണ്ടതാണ്. അതേ രീതിയിൽ രേവതിയുടെ സ്വർണ്ണങ്ങളും മറ്റും ചന്ദ്ര സൂക്ഷിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് സുധി നേരെ ഈ സ്വർണ്ണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ചതിന് ശേഷം റോൾഡ് ഗോൾഡിൻ്റെ അതേപോലെ തന്നെയുള്ള സ്വർണ്ണങ്ങൾ ചന്ദ്രയുടെ ഷെൽഫിൽ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിവരം ചന്ദ്ര അറിയുന്നുണ്ട്. എന്നിരുന്നാലും ചന്ദ്ര എപ്പോഴും മകൻ്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കള്ളത്തരവും ചന്ദ്ര മൂടി വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഒരുപാട് കുറ്റങ്ങളും പഴികളും എല്ലാം തന്നെ രേവതിയുടെ മേൾക്ക് ചന്ദ്ര പറയുന്നുണ്ട്. മാത്രമല്ല, കല്യാണത്തിന് മുന്നേ രേവതിയുടെ അനിയൻ ശരത്ത് എല്ലാ സ്വർണ്ണങ്ങളും അടിച്ചു മാറ്റിയതിന് ശേഷം ഈ ഒരു റോൾഡ് ഗോൾഡ് കൊണ്ട് വെച്ചതായിരിക്കാം എന്ന രീതിയിൽ വരെ ചന്ദ്ര സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്വർണ്ണങ്ങളെല്ലാം തന്നെ രവിയുടെ വീട്ടിൽ വെച്ചാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു തെളിവ് അവർക്ക് കിട്ടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ റോൾഡ് ഗോൾഡ് വെക്കുന്ന കൂട്ടത്തിൽ സച്ചിയുടെ അച്ചാമ്മ, അതായത് രവിയുടെ അമ്മ, രേവതിക്ക് വേണ്ടിയിട്ട് ഒരു സ്വർണ്ണ വള കൊടുക്കുന്നുണ്ട്. ആ ഒരു വളയുടെ റോൾഡ് ഗോൾഡാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അത് കാണുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ചാമ്മ കൊണ്ടുതന്ന സ്വർണ്ണവും റോൾഡ് ഗോൾഡ് ആയല്ലോ, ഇത് രേവതിയുടെ വീട്ടിൽ വെച്ച് മാറ്റിയതാണെങ്കിൽ പിന്നെ അതെങ്ങനെ റോൾഡ് ഗോൾഡ് ആയി എന്നുള്ള ചോദ്യം വരുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും വീട്ടിൽ വെച്ചാണ് നഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര സുധിയെ രക്ഷിക്കാനായിട്ട് കുറേ ഡയലോഗുകളൊക്കെ ഇറക്കി തടി തപ്പാനൊക്കെയായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സച്ചി ആവട്ടെ ഇരുവരെയും വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മോഷണത്തിൽ സുധിയുടെ പങ്ക് തിരിച്ചറിയാണ്. എന്നാൽ തെളിവില്ലാതെ നമ്മുടെ സുധീനെ കുറ്റപ്പെടുത്താനായിട്ട് സുധി സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു തെളിവിന് വേണ്ടിയിട്ട് നമ്മുടെ സച്ചി ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിക്കുന്നത് നമ്മുടെ വർഷയോടാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, രേവതിയുടെ അടുത്തുനിന്ന് സച്ചി പറയുന്നുണ്ട്, നമുക്കൊരു കളി കളിക്കാം. ഒരു പക്ഷേ സുധിയാണ് സ്വർണ്ണം എടുത്തതെങ്കിൽ വീഴും, ഈ ഒരു കിണിയിൽ അവൻ തീർച്ചയായിട്ടും വീഴുമെന്ന് സച്ചി പറയുമ്പം എന്താണ് കാര്യം എന്ന് രേവതി തിരക്കുന്നുണ്ട്. അന്നേരം സച്ചി പറയുകയാണ്, സുധി സ്വർണ്ണം വെച്ച കടയെ നമുക്കറിയില്ല, എന്നാലും റോൾഡ് ഗോൾഡ് ജ്വല്ലറി എന്ന് വിളിക്കുന്നതാണെന്ന് പറഞ്ഞ് നമുക്ക് ഫോൺ ചെയ്യാം. എന്നിട്ട് പറയാം, ഇങ്ങനെ കുറേ ഓഫറുകൾ വന്നിട്ടുണ്ട്, സാറൊന്നും മേടിച്ചുകൊണ്ട് പോയ സ്വർണ്ണത്തിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നൊക്കെ അറിയാനായിട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സുധിയുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയാൻ സാധിച്ചേക്കാം എന്ന രീതിക്ക് പറയുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ സംസാരിക്കും? സച്ചിയുടെ സൗണ്ടും എൻ്റെ സൗണ്ടും തീർച്ചയായിട്ടും സച്ചിയുടെ ഏട്ടൻ തിരിച്ചറിയും. പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി എന്നെ ഓപ്ഷൻ പറയുകയാണ്. ഇവിടെ തന്നെ സൗണ്ട് മാറ്റി സംസാരിക്കാറുന്ന ഒരാളുണ്ടല്ലോ, വർഷയുടെ സഹായം നമുക്ക് തേടാന്ന് പറയാണ്. അത് തന്നെ സച്ചി സമ്മതിക്കൂട്ടാണ്. അതിനുശേഷം ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേതായിട്ട് വർഷയെ വിളിച്ച് വരുത്തുന്നുണ്ട്. പിന്നീട് സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് ചെന്നതിന് ശേഷം സച്ചി തന്നെയാണ് വർഷയോട് ഹെൽപ്പ് ചോദിക്കുന്നത്. ഇങ്ങനെ സൗണ്ട് മാറ്റി സംസാരിച്ച് നോക്കും, ഒരു പക്ഷേ എന്തെങ്കിലും ഒരു തെളിവ് ലഭിച്ചാലോ എന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടാ ഇങ്ങനെ റിസ്ക് വേണോ? ചിലപ്പോൾ ഈ ഒരു തെറ്റ് സുധിച്ചേട്ടൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ, നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം നിനക്ക് ഇത്രയും കാലമായിട്ട് നിൻ്റെ ചേട്ടനെ തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് നീ മിണ്ടാതിരിക്കുക, ഇതൊക്കെ ഒരു രസമല്ലേ, പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കും ഇഷ്ടമാണ്, താല്പര്യമാണ്, അതുകൊണ്ട് ഞാൻ സൗണ്ട് മാറ്റി സംസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ സച്ചിക്കും രേവതിക്കും വേണ്ടിയിട്ട് വലിയൊരു ഹെൽപ്പ് തന്നെ വർഷ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ ഒരു കള്ളത്തിൽ ഇവരുടെ സൗണ്ട് മാറ്റി വിളിച്ചാലും ഇത് തനിക്കുള്ളൊരു കെണിയാണല്ലോ എന്നറിഞ്ഞുകൊണ്ട് തന്നെ സുധി ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.